ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. STPI ആണ് വീണ്ടും ചർച്ചാ വിഷയം. 24 സംസ്ഥാനങ്ങളോളം വ്യവസ്ഥാപിതമായിട്ട് സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, STPI എന്ന് പറയുന്നത്. ഇന്ന് STPIയുടെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും ഓഫീസുകളിൽ റെയ്ഡുകൾ നടന്നു. കേരളത്തിൽ തിരുവനന്തപുരത്തും മലപ്പുറത്തുമാണ് റെയ്ഡ് നടന്നത്. സ്വാഭാവികമായിട്ടും ഒരു സംസ്ഥാനത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ റെയ്ഡ് നടക്കുക, പിന്നീട് അതേ പ്രാതിനിധ്യമുള്ള മറ്റൊരു ഓഫീസിലാണ്. STPIയെ സംബന്ധിച്ച് മലപ്പുറം അല്ല, കോഴിക്കോടും തിരുവനന്തപുരമൊക്കെയാണ് എനിക്ക് അറിയാവുന്ന വെച്ചിട്ട് പ്രാധാന്യമുള്ള ഓഫീസ്. പക്ഷെ മലപ്പുറത്ത് റെയ്ഡ് നടത്തിയതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ള കാര്യം വരേണ്ടതാണ്. അത് താമസിക്കാതെ പുറത്തു വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം മലപ്പുറം എന്ന് പറയുമ്പോൾ മലപ്പുറത്തെ കേന്ദ്രീകരിച്ച് കുറച്ചധികം നാളുകളായിട്ട് നടക്കുന്ന വ്യാജ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം മലപ്പുറത്ത് കൂടി റെയ്ഡ് നടത്തിയതെന്ന് ഞാൻ വിചാരിക്കുന്നു. തിരുവനന്തപുരത്ത് സ്വാഭാവികമായിട്ട് നടന്നു, മലപ്പുറത്തും നടന്നു. രണ്ടിടത്തേയും റെയ്ഡ് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞിട്ട് നേതാക്കൾ തന്നെ അതിന്റെ വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദമാക്കുന്നത് നമ്മൾ കണ്ടു, മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കണ്ടു. ഇനി ഇതെങ്ങനെ റെയിലിലേക്ക് വന്നു? 2 വർഷം മുമ്പ് പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് ED കള്ളപ്പണം ഇടപാടുമായി ബന്ധപ്പെട്ട് കുറച്ച് കേസുകൾ എടുത്തിരുന്നു. ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതി തന്നെ ഇത് നിലനിൽക്കില്ല എന്ന് കണ്ട് കുറച്ചധികം ആളുകൾക്ക് ജാമ്യം നൽകുകയും ചെയ്തു. ആ കേസിൽ 2 വർഷത്തോളം മുമ്പുള്ള കേസിൽ STPIയുടെ ദേശീയ അധ്യക്ഷൻ പ്രസിഡന്റുമായ MK ഫൈസി വിളിച്ച് പലതവണ ചോദ്യം ചെയ്തിട്ട് അദ്ദേഹത്തെ വിട്ടയച്ചിട്ടുള്ളതാണ്. അതിനുശേഷം വീണ്ടും നോട്ടീസ് അയക്കുന്നു. അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ വേണ്ടി ഡൽഹിയിലേക്ക് പുറപ്പെടുന്നു. പൊടുന്നനെ ഡൽഹി എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ED ചെയ്തത്. അതിനുശേഷം STPI നിരോധിക്കാൻ പോകുന്നു എന്ന തരത്തിൽ വാർത്താ മാധ്യമങ്ങളിൽ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നു. നമുക്കറിയാം, കേരളത്തിലെയും അല്ലെങ്കിൽ രാജ്യത്തിനകത്തെയും പല ചാനലുകളും ഫണ്ട് ചെയ്യുന്നത് സംഘപരിവാർ ഏജൻസികളാണ് എന്ന്. അതുകൊണ്ട് തന്നെ അവരുടെ വാർത്തകൾ വ്യാപകമായി വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയും എല്ലാ മാധ്യമങ്ങളും നൽകാനും ശ്രമിക്കാറുണ്ട്. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ അടക്കം ആ അർത്ഥത്തിൽ വാർത്തകൾ കൊടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച, ഇലക്ഷൻ കമ്മീഷന് രജിസ്റ്റർ ചെയ്ത ജനപ്രതിനിധികളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി പൊടുന്നനെ നിരോധിക്കാൻ സാധിക്കുകയില്ല. 2 വർഷം മുമ്പുള്ള കേസിൽ ഇത്തരത്തിൽ ഒരറസ്റ്റും അതുപോലെ തന്നെ റെയ്ഡും ഒരു ഭീകരാന്തരീക്ഷവും സൃഷ്ടിക്കണമെങ്കിൽ അതിന് കാതലായ ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതുകൂടി നമ്മൾ ഇന്ന് പരിശോധിക്കുകയാണ്. ഒന്ന്, STPI വലിയ 2 സമ്മേളനങ്ങൾ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തുകയുണ്ടായി. സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് മിക്ക സംസ്ഥാനങ്ങളിലും UPയിലും രാജസ്ഥാനിലും ആന്ധ്രയിലും അടക്കം അസാമിലും ഒക്കെ അടക്കം വലിയ സമ്മേളനങ്ങൾ, തമിഴ്നാട്ടിലും അടക്കം വലിയ സമ്മേളനങ്ങൾ വഖഫ് ഭേദഗതി വിഷയത്തിൽ വഖഫിനെ സംരക്ഷിക്കുക എന്ന അർത്ഥത്തിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുകയുണ്ടായി. അത് ശരിക്കും RSSനെയും കേന്ദ്രം ഭരിക്കുന്ന BJPയെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പ്രത്യാക്രമണമായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്ന ഒരു ബില്ലിനെതിരെ രാജ്യവ്യാപകമായിട്ടൊരു സമരം, കോൺഗ്രസ് പോലും ചെയ്യാത്ത അല്ലെങ്കിൽ മറ്റു പ്രാദേശിക പാർട്ടികൾ ചെയ്യാത്ത സമരം ഇത്രയും സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ചെയ്തെങ്കിൽ നിങ്ങൾ ചില്ലറക്കാരല്ല, നിങ്ങൾ അങ്ങനെ വളരേണ്ട ആവശ്യമില്ല എന്ന് കേന്ദ്രം തീരുമാനിക്കുകയും, നമുക്കറിയാം കേന്ദ്രത്തിനെതിരെ അല്ലെങ്കിൽ RSSനും BJPക്കും എതിരെ ആരെങ്കിലും ശബ്ദം ഉയർത്തിയാലും ഉടനെ ED വിടും. അതിപ്പോ നമുക്ക് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെ, CPMന്റെ നേതാക്കന്മാർക്കെതിരെ, അപ്പൊ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കെതിരെ, പല മുഖ്യമന്ത്രിമാർക്കെതിരെ നമ്മൾ കണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ED വിടുന്നു, ED അറസ്റ്റ് ചെയ്യുന്നു, ജാമ്യം പലർക്കും കൊടുത്ത കേസിൽ പുതിയതായിട്ടൊരു കുറ്റപത്രം സമർപ്പിക്കുന്നു, 6 ദിവസത്തേക്ക് MK ഫൈസി റിമാൻഡ് ചെയ്യുന്നു. പിന്നെ ഇതെല്ലാം വാർത്തകളാണ്. ഇന്ന് രാവിലെ പത്രവാർത്തകളിലൂടെയാണ് നേതാക്കന്മാർ പോലും അറിഞ്ഞതെന്നാണ് പറഞ്ഞത്, ഇവിടെ റെയ്ഡിന് ആളുകൾ വരുന്നുവെന്ന്. റെയ്ഡ് നടത്തിയതിനു ശേഷം അവർ എഴുതി കൊടുത്തത് ലഘുലേഖകൾ, സിനോപ്സിസുകൾ, കയ്യെഴുത്ത് കോപ്പികൾ, അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച പിരിവിന് കൊടുക്കുന്ന റെസിപ്റ്റുകളൊക്കെയാണ് പിടിച്ചെടുത്തതെന്നാണ് പറയുന്നത്. അതാണ് എഴുതി കൊടുത്തത്. ഇതിനകത്തുനിന്ന് എങ്ങനെ കള്ളപ്പണം തെളിയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇതുമില്ല. ഇത് വാർത്തകളിൽ വന്ന രേഖ, കള്ളപ്പണത്തിന്റെ രേഖ ഉണ്ടെന്നാണ്. കള്ളപ്പണം തന്നെ ഒളിപ്പിച്ച് കളത്തുന്ന എന്തോ സാധനമാണ്. ഇപ്പൊ ഈ ധ്യാൻ ശ്രീനിവാസന്റെ വിഷയത്തിലേക്ക് കള്ളപ്പണമൊക്കെ ചർച്ചയായിട്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. അപ്പൊ അതിന് രേഖകൾ ഉണ്ട് എന്നൊക്കെയാണ് ഇവർ ഈ പറയുന്നത്. എത്രത്തോളം സത്യമെന്ന് അറിയത്തില്ല. മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വാർത്തകളാണ്.
അങ്ങനെ SDPIക്കാരോട് എനിക്ക് പറയാനുള്ളത്, SDPI ഒരു സന്ദേശം രാജ്യമാകെ പടർത്താൻ ശ്രമിച്ചു വഖഫ് സംരക്ഷണ വിഷയത്തിൽ. പൊടുന്നനെ അത് കൊള്ളേൻ്റെ അടുത്ത് കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പൊടുന്നനെ അറസ്റ്റും റെയ്ഡുകളും ഒക്കെ ഉണ്ടായത്. അതിന്റെ 2 വർഷത്തിനിടയിൽ ഒരുപാട് തവണ SDPI ഓഫീസുകൾ EDയും പോലീസും ക്രൈംബ്രാഞ്ചും NIA ഒക്കെ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ അരിച്ചു പറക്കിന്റെ ബാക്കിയൊക്കെ തന്നെ കാണുള്ളൂ. അപ്പൊ ഈ അടുത്ത് SDPIയുടെ ഒരു പിരിവൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പിരിവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടെ കൂടുതൽ കിട്ടുമെന്ന് കരുതിയിട്ടായിരിക്കാം വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടൊന്നുമല്ല ഈ നിരോധനം വരുന്നത്. നമുക്കറിയാം, ഈ സ്വാതന്ത്ര്യാനന്തരം RSSനെ നിരോധിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് ഗവൺമെന്റ് CPIയെ നിരോധിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് CPIയെ നിരോധിച്ചിട്ടുണ്ട്. 5ഓ 6ഓ തവണ രാജ്യത്ത് RSSനെ നിരോധിച്ചിട്ടുണ്ട്. BJP അധികാരത്തിൽ വന്നതിന് ശേഷം കശ്മീരിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളെ നിരോധിച്ചിട്ടുണ്ട്. CPI മാവോയിസ്റ്റിനെ നമ്മുടെ രാജ്യത്ത് നിരോധിച്ചതാണ്. പോപ്പുലർ ഫ്രണ്ടിനെ ഈ അടുത്ത് നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളെ, രാഷ്ട്രീയ സംഘടനകളെയൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ഇപ്പൊ പലതും ഇപ്പൊ CPI ഒക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. നിരോധനമൊക്കെ മറികടന്ന് വഴി വന്നത്. അന്നും അവര് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായിരുന്നു, നിരോധിച്ചു. കോൺഗ്രസിനെതിരെ ശബ്ദം ഉയർത്തി, കോൺഗ്രസ് നിരോധിച്ചു. അങ്ങനെ ആ ഭരണകൂടത്തിനെതിരെ ആര് ശബ്ദിച്ചാലും അവരെ നിരോധിക്കുന്ന ഒരു രീതി നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്തെമ്പാടുമുണ്ട്. കാരണം ആളുകൾ തങ്ങൾക്കെതിരെ വന്നാൽ, അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ ബോധവൽക്കരിച്ചുകൊണ്ട് ഭരണകൂടത്തിനെതിരാക്കുമ്പോൾ ഭരണകൂടം ഇതിനെതിരെ പ്രതികരിക്കും. സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമാണ്. ചിലപ്പോൾ SDPI നിരോധിച്ചേക്കാം. കാരണം ഭരണം RSSന്റെ കയ്യിലാണ്. RSSന് വെല്ലുവിളി ഉയർത്തുന്ന കാരണം കൊണ്ട് നിങ്ങളെ നിരോധിച്ചേക്കാം. ഇവിടെ MK ഫൈസി അവസ്ഥയിലായപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു MP ശബ്ദം ഉയർത്തി. അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി, പൂർണ്ണമായി ജമാഅത്ത് ഇസ്ലാമി, ഫറ്റേണിറ്റി, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി, അവരൊക്കെ ശബ്ദമുയർത്തുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ CPMഉം കോൺഗ്രസും ഒന്നും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ ചെറിയ മറ്റു രാഷ്ട്രീയ പാർട്ടികളൊന്നും ശബ്ദം ഉയർത്തിയില്ലെങ്കിൽ, പ്രധാനപ്പെട്ട പല അല്ലെങ്കിൽ മുസ്ലിം മത സംഘടനകളോ അല്ലെങ്കിൽ അത്തരമുള്ള ന്യൂനപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ചില മുന്നേറ്റങ്ങളൊക്കെ RSSനെതിരെ ശബ്ദം ഉയർത്തുന്നവരൊക്കെ ഉയർത്തിയിട്ടുണ്ട്. ഇത് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു പരാജയത്തിലേക്ക് പോകും. കാരണം വിചാരധാരയിൽ ഗോൾവർക്കർ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. മുസ്ലിങ്ങൾ, ക്രൈസ്തവർ, കമ്മ്യൂണിസ്റ്റുകൾ, ഒരാദ്യം മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്ലിങ്ങൾ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് SDPI എന്ന് പറയുന്നത്. മുസ്ലിം മുന്നിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ മുന്നിൽ നിന്ന് നയിക്കുന്ന, രാജ്യത്ത് ഭരണ സംവിധാനത്തിനെതിരെ ശബ്ദം ഉയർത്തുന്ന ഇത്തരം സംഘടനകളെ, രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ സ്വാഭാവികമായിട്ട് നിരോധിക്കും. നിരോധനത്തിൽ പെടും. അപ്പോൾ SDPI ചിലപ്പോൾ നിരോധിക്കപ്പെട്ടേക്കാം. അങ്ങനെ മുസ്ലിങ്ങളെ ആദ്യം ഒതുക്കുക, പിന്നീട് ക്രൈസ്തവരിലേക്ക് പോവുക. ക്രൈസ്തവര് പൂർണ്ണമായിട്ടും BJPയുടെ ഭാഗമായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. ഇല്ലാത്തടത്തൊക്കെ ഇപ്പോൾ മണിപ്പൂരൊക്കെ ഒരുപാട് ക്രിസ്ത്യൻ പള്ളികളൊക്കെ തകർത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം കമ്മ്യൂണിസ്റ്റുകാരിലേക്ക് പോകും. പല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും BJPക്ക് ഒപ്പം നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അധികാരവർഗത്തെ, അല്ലെങ്കിൽ ഈ സംഘപരിവാര RSSകളെയൊക്കെ അതിനെതിരെ ശബ്ദമുയർത്തുന്ന ആളുകളെ നിരോധിക്കാൻ തന്നെയായിരിക്കും എപ്പോഴും BJP അല്ലെങ്കിൽ RSS ശ്രമിക്കുക. ഒതുക്കാനായിരിക്കും ശ്രമിക്കുക, ഭയപ്പെടുത്താനായിരിക്കും ശ്രമിക്കുക. അതിൻ്റെ ഒരു ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഇന്നലെ ന്യൂസ് 18 ചർച്ചയിൽ CPIഎമ്മിന്റെ ഒരു പ്രതിനിധി പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ പ്രതിനിധി പറഞ്ഞു, ED ഒരു കുറ്റപത്രം കൊടുത്തു എന്ന് കരുതി ഇവരത്രക്കാരാണ് എന്ന് നമുക്ക് കരുതാൻ പറ്റുന്നില്ല. ED ആർക്കെതിരെയും കൊടുത്തുകൊണ്ടേയിരിക്കാം. പക്ഷെ അതുകൊണ്ട് ഇവർ കുറ്റക്കാരാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് തന്നെയാണ് എനിക്ക് ഇവിടുത്തെ മാധ്യമങ്ങളോട് പറയാനുള്ളത്. ഒരു കഥ ഭരണകൂടം മെനയുമ്പോൾ അതിന് ഒത്താശ പാടി നിൽക്കുന്നതിന് പകരം നിങ്ങൾ ഈ 4ാം കണ്ണാണൊക്കെ പറയുന്നത് വെറുതെ ആയി പോകുന്നത് നിങ്ങൾ ചിന്തിക്കുക. എന്തായാലും SDPI സംബന്ധിച്ചിടത്തോളം SDPI വലിയൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്, വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് നിങ്ങൾ ശരിയായതുകൊണ്ടാണ് എങ്കിലും വലിയ പ്രതിസന്ധി വരുന്നത്. പ്രതിസന്ധി തട്ടെങ്കിൽ തളരാതെ നിൽക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നിരോധിച്ചേക്കാം. അങ്ങനെ നിരോധിക്കുകയാണെങ്കിൽ നിങ്ങൾ ശരിയാണെന്ന് തന്നെയാണ് അർത്ഥം. കാരണം ഇത്രയും വലിയൊരു ഭരണകൂടത്തിനെതിരെ, ഇത്രയും വലിയ ബില്ലുകൾക്കെതിരെ, അല്ലെങ്കിൽ ഇത്രയും വലിയ നിയമങ്ങൾക്കെതിരെ, ബില്ലുകൾക്കെതിരെ ശബ്ദം ഉയർത്തിയതിന്റെ പേരിലാണ് നിങ്ങൾ നിരോധിക്കപ്പെടുന്നത്. നിരോധിച്ചാൽ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വഴി ശരിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക.